നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. 1973 മുതൽ നിറഞ്ഞ വേദികളിൽ തൃക്കുളം കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഡൽഹി ദൗത്യം എന്ന കഥയിലെ പ്രമേയം കേരളത്തിലെ അരിക്ഷാമമായിരുന്നു. റേഷൻ കടകൾ വഴി പുഴുക്കലരി ലഭ്യമല്ലാതായത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കേരളത്തിന് ആവശ്യമായ അരി അനുവദിക്കാനാവശ്യപ്പെട്ട മന്ത്രിമാരും നേതാക്കളും അടങ്ങുന്ന സംഘം ഡൽഹിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോവുകയും എന്നാൽ യാത്ര വിജയിച്ചില്ലെന്നും കേരളത്തിന് അരി അനുവദിച്ചില്ലെന്നുമുള്ളത് രാഷ്ട്രീയമായി പരിഹസിച്ചുള്ളതാണ് ഡൽഹി ദൗത്യത്തിലെ കഥ. അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കേരളത്തിലെ അരിക്ഷാമം പരിഹരിക്കുന്നതിന് കഴിയാത്തതിനെതിരെയുള്ള CPM വേദികളിലെ പ്രതിഷേധങ്ങൾക്ക് തൃക്കുളം കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗം കൂടുതൽ ആവേശം നൽകുന്നതായിരുന്നു. ഈ സമയത്താണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതോടെ കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗ പരിപാടികളും പോലീസിൻ്റെ നിരീക്ഷണത്തിലായി. വേഷം മാറിയെത്തുന്ന പോലീസുകാർ കാതികൻ്റെ വേദിക്ക് ചുറ്റും കഥ കേൾക്കാനെത്തുന്നുവെന്നും തൃക്കുളം ഓർക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ റേഷൻ കടയിൽ നിന്ന് പച്ചരിയായിരുന്നു പൊതുവിതരണത്തിൻ്റെ കുട്ടികൾ. പച്ചരി നിന്നിട്ട് ജനങ്ങൾക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരു മടുപ്പ് തോന്നിയിട്ടൊക്കെയാണ് ജനങ്ങൾ പരിശോധിച്ചത്. പച്ചരി മിതമായ തോതിൽ കൊടുത്തിരുന്നത്, പട്ടിണി മാറാനുള്ള അരിയൊന്നുമില്ല. അങ്ങനെ ഈ പച്ചരിക്ക് പിന്നെ പോരാ, ഞങ്ങൾക്ക് നെല്ലരി കിട്ടണം, നല്ല അരി കിട്ടണം എന്നൊക്കെ പറഞ്ഞൊരു പ്രതിഷേധ ജാഥകളൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധ ജാഥ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ആ പ്രതിഷേധം സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും അതേമാതിരി തന്നെ പ്രതിഷേധ ജാഥകളൊക്കെ നടത്തിയിട്ടാണെന്ന് പിന്നെ നല്ലരി സർക്കാർ തരണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ കുറച്ച് ആൾക്കാർ പോയിരുന്നു. ഇന്ത്യനാട്ടിൽ അത് അച്യുതമേനുണ്ട്, ഉമ്മർ പാപ്പുണ്ട്, അവരെന്താ ഡൽഹി പോയി. അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. പോയിട്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്തിനായി പോകുന്ന എൻ്റെ സേവകരെയും ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ ഞങ്ങൾ അരിക്ക് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ആഗോളമാണ് ഈ ഒറ്റക്ഷാമം എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വന്ന് പോയ കൂട്ടം അരിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് നിൽക്കുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു മനസ്സാവുന്നു. ഇവിടെ അരി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധിനെപ്പോൾ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ തലസ്ഥാനം കാണുവാൻ പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അത് മോശമായിപ്പോയെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഈ ആളുകളെയൊക്കെ തള്ളി മാറ്റി തലയും കണ്ട് മുമ്പോട്ടിട്ട് ഇന്ദിരാഗാന്ധിയെ കണ്ടു. അപ്പോൾ ഇന്ദിരാഗാന്ധി അപ്പോഴാണ് ഉമ്മർ വാപ്പുകളെ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഭാരതരത്നം എന്ന് പറഞ്ഞൊരു പാഠപുസ്തകം ഉണ്ടായിരുന്നു. അത് ആ നെഹ്റുവിൻ്റെ ചരിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധം ലീഗ് ഉണ്ടാക്കിയോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഞങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചതന്നെ ഒരു ചോദ്യമാണ്, എൻ്റെ അച്ഛനെ കരിവാരത്തേക്ക് കാണിക്കുവാൻ കറ്റകെട്ടി എറിയോ ദുഷ്ടാത്മാവേ, ഭാരതരത്നം വേണ്ടയോ ഭരണരത്നം മതിയോ ജിന്നാ ലീഗിൻ്റെ തുടർച്ചയോ എന്നുള്ള ചോദ്യം ഇന്ദിരാഗാന്ധി. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞില്ല, അതൊക്കെ പത്രക്കാരെ പണിയാണ്. പത്രക്കാരൊക്കെയും ഞങ്ങൾക്ക് എതിരാണ്, വാർത്തകളൊക്കെയും വളച്ചിട്ടോടിച്ചോറ്, ഹക്കെന്ന് തോന്നല്ലേ കാന്ത്യമ്മേ എന്നോറ്. അങ്ങനെ മറുപടി പറഞ്ഞ് ആദ്യരൂപത്തിൽ അത് അവതരിപ്പിച്ചു. അങ്ങനെ അരിയേരി എന്ന് പറഞ്ഞിട്ട് കയറാണ്ട വേണ്ടി ഡൽഹിക്കുന്നത് ഇവിടെ മാത്രമല്ല ആഗോളമാണ് ഈ ഭക്ഷ്യക്ഷാമം എന്നാണ് ഇന്ദിരാഗാന്ധി കിട്ടിയ മറുപടി. അങ്ങനെ അവരിവിടെ വന്നു, കേരളത്തിൽ വന്നിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു അരി വരുന്നുണ്ട് ധാരാളം അരി. അങ്ങനെ പത്രക്കാരോട് അവർ പറഞ്ഞ ദൗത്യസംഘം പറഞ്ഞത് 5000 കണ്ടരിയത 5000 കോതമ്പത അതിന് പുറമെ 2000 കുറിയരി വരുന്നതാ. അപ്പോൾ ചോദിച്ചു നാട്ടിൽ എന്തിനാ കുറിയരി? അപ്പോഴാ പറഞ്ഞത് നോമ്പുകാലം വരികയല്ലേ കഞ്ഞി വെക്കാനാണ് ഈ കുറിയരി. അങ്ങനെ ജനങ്ങളൊക്കെ വഞ്ചിച്ച് പറ്റിച്ചു. പക്ഷേ അപ്പോഴും റേഷൻ കടയിൽ പച്ചരി മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥയായിരുന്നു ഡൽഹി ദൗത്യം. ആ കഥ പറഞ്ഞ കാലത്താണ്, കഥ പറഞ്ഞൊരു കൊല്ലം പറഞ്ഞു, 23, 22, 24, 25 വരെ 74 അടിയന്തരാവസ്ഥയിൽ പറഞ്ഞു. അപ്പോൾ ഈ കഥ പറഞ്ഞ കാലത്ത് ഇത് കേൾക്കാൻ വേണ്ടി പോലീസ് വരും. അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നെ അറിയാനാണ് അവർ പറയുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് 2-3 വാക്ക് പ്രയോഗിക്കാനും ഞാൻ അവരോട് പറയും, ഇങ്ങനെ വായിന്ന് വന്നു പോയാൽ നിങ്ങൾ ക്ഷമിക്കണം, ഈ കഥകൾ കേൾക്കണം. അത് പോലീസുകാരോട് പറഞ്ഞാൽ പോലീസുകാർക്കും മാനസികമായിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും വലിയൊരു അപകടം കൂടാതെ ആ കഥ അവരും കൊടുക്കും, നാട്ടുകാരും കൊടുക്കും. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനമാണ് ഈ 75 അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോഴിക്കോടെത്തിയ ഇന്ദിരാഗാന്ധിക്ക് യാത്രയ്ക്കിടെ കക്കാട് വെച്ച് കരിങ്കൊടി കാണിക്കാൻ നേതൃത്വം നൽകിയതിന്
കോൺഗ്രസുകാരിൽ നിന്നും പൊതിരെ തല്ലുകിട്ടി. ഇദ്ദേഹത്തെ കൂടാതെ കക്കാട് സ്വദേശികളായ പരേതനായ അമ്പലവൻ ഹംസ, കാട്ടിക്കുളങ്ങര പോക്കർ തുടങ്ങിയവരടക്കം 8ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് അർദ്ധരാത്രികൾ എന്ന കഥാപ്രസംഗത്തിലാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിഞ്ഞു നടക്കുന്നതിനാൽ ഭക്ഷണത്തിന് പോലും കാശില്ലാത്ത സാഹചര്യത്തിൽ തങ്ങൾ അഹമ്മദ്, കാട്ടിക്കുളങ്ങര കുഞ്ഞുമ്മു തുടങ്ങിയവർ ഏറെ സഹായിച്ചതായി ഇദ്ദേഹം ഓർക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.